ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാനും അച്ഛനും അമ്മയും പിന്നെ എൻ്റെ അമ്മാമ്മയും അപ്പച്ചനും കൂടെയൊക്കെ ആയിട്ട് പൊന്മുടിയിൽ പോയതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഉള്ളത്. ഈ ട്രിപ്പ് ഒട്ടും തന്നെ പ്ലാൻഡ് അല്ലായിരുന്നു. അച്ഛൻ ഇന്ന് വീട്ടിൽ നിൽക്കുന്ന ദിവസമായിരുന്നു. അങ്ങനെ രാവിലെ അച്ഛൻ ചോദിച്ചു നമുക്കിന്ന് എവിടെയെങ്കിലും പോയാലോ എന്ന്. അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു പൊന്മുടിക്ക് പോവാമെന്നത്. പിന്നെ എൻ്റെ അമ്മാമ്മയും അപ്പച്ചനും വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അവരെയും കൂട്ടി നമ്മളിപ്പോൾ പൊന്മുടിക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തിയേ. ഇനി ഇവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുക്കണം. അച്ഛൻ പോയി അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യണേ. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞത് മഴയും തുടങ്ങി. നമ്മൾ വീട്ടിൽ നിന്ന് ഇവിടെ നല്ല വെയിലായിരിക്കും എന്ന് വിചാരിച്ച് 2 കുടയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നാൽ ഇവിടെ വന്നപ്പോൾ നല്ല മഴയാണ് കേട്ടോ. എന്തായാലും കുട പ്രയോജനപ്പെടും. ചെക്ക് പോസ്റ്റിന്റെ അവിടെ നിന്ന് നമുക്ക് ടോട്ടൽ 22 ഹെയർ പിൻ വളവുകൾ കയറണം പൊന്മുടി ടോപ്പ് വരെ എത്താനായിട്ട്. മഴ കൂടെ ആയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. നമ്മൾ ചായ കുടിക്കാനായിട്ട് ആദ്യം കണ്ടൊരു ചായക്കടയുടെ അടുത്ത് വണ്ടി നിർത്തിയേ. ഇത് കണ്ടോ, ചായ ഗ്ലാസ് വലുതായിരുന്നെങ്കിലും ചായ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും എനിക്ക് ചായ ഗ്ലാസ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ടോപ്പ് എത്താറായി. എന്റെ വീട്ടിൽ നിന്നും പൊന്മുടി വരെ എത്താൻ ഏകദേശം ഒരു 1-1.5 മണിക്കൂർ മതിയേ. പക്ഷെ ഈ ട്രിപ്പ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നല്ലോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 10-11 മണിയായി. നമ്മൾ അങ്ങനെ ടോപ്പ് എത്തിയപ്പോൾ സമയം 12:10 മഴ ഇപ്പോൾ പെയ്യുന്നത് പെയ്യും നിൽക്കും പെയ്യും നിൽക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് കേട്ടോ. ഇവിടെ തിരക്ക് ഇപ്പോൾ വലുതായിട്ടില്ല. നമ്മൾ വന്നത് ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നേ. മഴ ഇടയ്ക്ക് പെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. അച്ഛനും അമ്മയും അമ്മാമ്മയും കൂടെ ഒരു കുടക്കീഴിൽ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും നല്ല വ്യൂ ആണ് കേട്ടോ. നമ്മൾ അങ്ങനെ എല്ലായിടത്തും നടന്നു പോയി കാണാൻ നിന്നില്ല. ഇവിടെ ഏതെങ്കിലും ഒരു മലയിൽ നിന്ന് നോക്കിയാൽ തന്നെ ഏകദേശം വ്യൂവും കാണാൻ പറ്റേ. ഇടയ്ക്കിടയ്ക്ക് കോട വന്നും പോയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഒരു പേട മിഠായിയും ഇടയ്ക്ക് കഴിച്ചേ. As the chemicals they take us higher. The night's young and it's just begun. As she puts her hand in mine. We wanna chase the night, wanna dance to the light. Pull stars from the sky, just 2 hearts running wild. Never sleep, never stop. Every shot from നമ്മൾ എന്നിട്ട് അവിടെ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വന്നേ. കഴിക്കാനായിട്ട് അവിടെ പൂരി മസാലയും മരിച്ചിനി മുളക് ചമ്മന്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് ഒരു കട്ടൻ കാപ്പി കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പുറത്ത് മഴ നല്ല പെയ്യുന്നുണ്ടായിരുന്നേ. ഈ റെസ്റ്റോറന്റിന്റെ അടുത്തായിട്ട് തന്നെ ഒരു 3D തിയേറ്റർ സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ അത് കാണാനായി ഞങ്ങൾ അവിടെ കയറി. നമ്മൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരാൾക്ക് ടിക്കറ്റ് 50 രൂപയാണ് വരുന്നത്. ഈ 3D ഷോയ്ക്കുള്ളിൽ എന്തൊക്കെയാണ് കാണുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് അവർ പൊന്മുടിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരും. അടുത്ത് ഹൊറർ ബേസ്ഡ് ആയിട്ട് ഒരു സംഭവം കാണിച്ചു തരും. പിന്നീട് റോളർ കോസ്റ്റർ റൈഡ് വരുന്നുണ്ട്. അതിനുശേഷം ഫോറസ്റ്റിന്റെയും കൂടെ കാണിച്ചു തരും. 3D ഷോ കണ്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചതേ ഇതാണ് കേട്ടോ. ഫുൾ കോട വന്ന് മൂടിയേ. ഒരു രക്ഷയില്ല കേട്ടോ. ക്ലൈമറ്റ് നല്ല രസമുണ്ടായിരുന്നേ. ഇപ്പോൾ സമയം ഏകദേശം 2-2:30 ആയിട്ടുണ്ടായിരുന്നേ. തിരിച്ച് ഈ കോടയുടെ ഇടയിൽ കൂടെ വണ്ടി ഓടിച്ചു പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒന്നും കണ്ടുകൂടായിരുന്നു. എല്ലാ വണ്ടികളും ഇങ്ങനെ പതുക്കെ നിർത്തിയാ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. തിരിച്ചു വരുമ്പോൾ ഇവർ വഴിയിൽ തേനെല്ലിക്ക തേയിലപ്പൊടിയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കേ. നമ്മൾ അവിടെ നിന്ന് ഒരു തേയിലപ്പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
തിരിച്ചു വന്നപ്പോൾ ഒരു ചായയും ഒരു ബ്രെഡ് ഓംലെറ്റും കൂടെ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു നല്ല ദിവസമായിരുന്നേ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ വെയിലായിരിക്കും എന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഇത്രയും നല്ല കോടയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, വ്യൂവും കാണാൻ പറ്റി. എന്തായാലും നല്ല രസമുണ്ടായിരുന്നേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ബൈ.